ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല ടൗണിലാണ് കേട്ടോ. തിരുവല്ല. അപ്പോൾ ഏതായാലും ശരി, KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ അപ്പോൾ നമ്മുടെ മലബാറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മഞ്ചേരിയോ കോഴിക്കോടോ ഒക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഹലോ, സമയം രാത്രിയാണ്. രാത്രി ഏകദേശം ഒരു 3 മണി ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല ടൗണിലാണ് കേട്ടോ. തിരുവല്ല ടൗണിലാണ് നിൽക്കുന്നത്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രെയിൻ ഇറങ്ങി വന്നതാണ്. ഇവിടെ KSRTC സ്റ്റാൻഡിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്, എൻ്റെ ബൈക്ക് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് തിരുവല്ല രാത്രി കണ്ടോ, വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നട്ടപ്പാതിരാക്ക് തിരുവല്ലയിൽ കൂടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നതാട്ടോ. ഇത് എന്താണെന്ന് പറയാം, വിജനമായ തിരുവല്ല. വിജനമായ തിരുവല്ല ടൗണ് കണ്ടോളൂ. രാത്രി ഒരാളും മനുഷ്യനില്ലാത്തൊരു ടൗണായി പോയത്. അപ്പോൾ നമ്മുടെ മലബാറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മഞ്ചേരിയോ കോഴിക്കോടോ ഒക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര തട്ടുകടൽ ഉണ്ടാവൂലേ. ഇവിടെ ഒന്നുമില്ല, അത് ചെയ്യാം. അപ്പോൾ ഏകദേശം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നുകൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ ഒക്കെ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. ഓക്കെ, ഒരു ബുക്ക് സ്റ്റാൾ, ഇതൊരു ലൈബ്രറി ആട്ടോ. ലൈബ്രറി അല്ല, ഒരു ബുക്ക് ഷോപ്പാണ്. DC ബുക്സിൻ്റെ ഒരു കടയാണ്. ഇതാണെങ്കിലും വളരെ വിജനമായ തിരുവല്ല ടൗണാണ് കേട്ടോ. ഇത്ര ഒരു ആളും മനുഷ്യനില്ലാതെ ടൗണായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും പൊട്ടെ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്തേക്ക് വരുമ്പോൾ അവിടെ ചില ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പല്ല, അതായത് ഈ തട്ടുകട, ചായ, അങ്ങനത്തെ ഒക്കെ പരിപാടികളുള്ള കടകളുണ്ടല്ലോ, അതുണ്ട്. എന്നിരുന്നാലും മോറോവർ വളരെ വിജനമായ ഒരു ടൗണാണിത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രാത്രിയിൽ കേട്ടോ, അല്ലാത്ത സമയം തിരുവല്ല പൊളിയാണ്. രാത്രി സമയം ഇവിടെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പിന്നെയും വലിയൊരു കുഴപ്പമില്ല. ഇതാണ് ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്, നമ്മളെ വണ്ടി ഇരിക്കുന്നത്. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ശരി, KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് കാണ്ട് ഒറ്റ പോക്ക്. ബൈ ബൈ.